ഒട്ടും മൈദ ചേർക്കാതെ മുട്ടയും ചേർക്കാതെ ഗോതമ്പൊടി ചെയ്തെടുക്കുന്ന പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു മിനി കേക്കാണിത്. അരമണിക്കൂർ പോലും വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട്. ഓവൻ്റെ ആവശ്യവുമില്ല. ഇതിലെടുക്കുന്ന എല്ലാ സാധനത്തിൻ്റെ കൃത്യമായിട്ടുള്ള അളവും ഉണ്ടാക്കിയെടുക്കാൻ എടുക്കുന്ന സമയവും എല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ വേണ്ടി ഇത് ലാവ കേക്കാക്കി ചെയ്തെടുക്കുന്ന രീതിയും ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റിയ ഒരു കിടിലൻ ഐറ്റം കൂടിയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പാലൊഴിക്കുക. ഇതിലോട്ട് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർക്കുക. 5 രൂപയുടെ ചെറിയ ബ്രൂ പൗഡർ കിട്ടും വാങ്ങിക്കാനായിട്ട്. അതിൽ 2 പാക്കറ്റ് പൊട്ടിച്ചിട്ടാലും മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാൽ ഒഴിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ആ തണുപ്പോടുകൂടി തന്നെ ഒഴിക്കരുത്. സാധാരണ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ഇനി ഇതിലോട്ട് 3/4 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. ഇല്ലേ ബ്രൗൺ ഷുഗർ ചേർക്കാം. ഇത് രണ്ടും എടുക്കാനില്ലെങ്കിൽ പഞ്ചസാരയിലും ചെയ്യാം. ഇനി ഇതിലോട്ട് ഉരുക്കിയ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. ഇത് 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇതും പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പക്ഷേ ബട്ടറോ നെയ്യോ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് മണവും. ഇനി 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കണം. തൈര് ചേർക്കുമ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തണുപ്പോടുകൂടി ചേർക്കരുത്. തണുപ്പൊന്ന് മാറി ഒന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം വേണം ചേർക്കാനായിട്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ശർക്കരയൊന്ന് അലിഞ്ഞ് കിട്ടണം. കൂടെ തന്നെ ആ ബട്ടറിലൂടെ ഒന്ന് നല്ലവണ്ണം അത് മിക്സ് ആകണം. ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ചേർത്ത ബട്ടറിനകത്ത് ഉപ്പുണ്ടായിരുന്നു. നിങ്ങളെടുക്കുന്ന ബട്ടറിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു 2 നുള്ളു ഉപ്പൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിക്കുക. ഇനി പൊടികൾ ചേർക്കാനായിട്ട് പോവുകയാണ്. ഇതാ ഇതുപോലെ വലപ്പാത്രം വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ. ഇത് ആശീർവാദ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതാ കൂടെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കുക. കൊക്കോ പൗഡറൊക്കെ നല്ല കൊക്കോ പൗഡർ ചേർക്കണം. എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട്. ഇതിലോട്ട് 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. മുട്ട ചേർക്കാത്തത് കാരണം ബേക്കിംഗ് പൗഡർ ചേർക്കണം. ബേക്കിംഗ് സോഡ ചേർക്കണ്ട. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇടഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ നിരത്തി ഇട്ടിട്ട് ഈ 3 പൊടികളിലൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കുക ഒരു 3 പ്രാവശ്യമെങ്കിലും. അപ്പോൾ പൊടികൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ആകുകയും ചെയ്യും. കൊക്കോ പൗഡർ ഡയറക്റ്റ് ചേർക്കരുത്. അതായത് അതിൽ എപ്പോഴും കട്ടകൾ കാണും. ഇതുപോലെ ഇടഞ്ഞ് മാത്രമായിട്ട് ചേർക്കാവൂ. ഇത് കണ്ടില്ല, അവസാനം ഇതുപോലെ തരികളായിട്ടുള്ള വേസ്റ്റ് കാണും. അത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക. സ്പീഡിൽ മിക്സ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് റൗണ്ടിൽ മിക്സ് ചെയ്തെടുക്കുക. പൊടികൾ 2-3 ബാച്ചായിട്ട് ചേർത്താലും മതി. കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കണം. അടി ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്പാറ്റിൽ ഉപയോഗിച്ച് ഒന്ന് അടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില സമയത്ത് പൊടി മിക്സ് ആകാതെ അടിയിൽ ഇങ്ങനെ കിടക്കും. അതൊന്ന് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ അളവ് കണ്ടില്ലേ, ഇതുപോലെ മടങ്ങി വീഴണം. ഈ ഒരു അളവിലാണ് കിട്ടേണ്ടത്. നിങ്ങൾ ഈ സമയത്ത് മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കണം. കാരണം കൊക്കോ പൗഡർ ഇടുന്നത് കാരണം ഒരല്പം മധുരം ഈ ബാറ്ററിനകത്ത് മുന്നേ നിൽക്കണം. ചില ശർക്കരപ്പൊടിക്ക് മധുരം കുറവായിരിക്കും. അപ്പം മധുരം കറക്റ്റ് ആണോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്യുക.
കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പഴയ തവയെടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട്. ദോശക്കല്ലായാലും മതി, അത് പഴയതായാലും പുതിയതായാലും നല്ല കട്ടിയുള്ള തവയായിരിക്കണം. അതിൻ്റെ മുകളിൽ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് എണ്ണ പുരട്ടി വെക്കാം, അതായത് നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കാം. ആദ്യമേ മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ പാത്രം സെറ്റ് ചെയ്ത് ഗ്യാസിൽ വെക്കുക, ചൂടാക്കാൻ വേണ്ടി. മിക്സ് ചെയ്ത ഉടനെ തന്നെ ഒഴിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ പോലും വേണ്ട ഇതുണ്ടാക്കിയെടുക്കാൻ. തീ അല്പം കൂട്ടി കൊടുത്തുകൊണ്ട് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി തീ കുറയ്ക്കുക, കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. അവസാനം വരെ തീ കുറഞ്ഞ് തന്നെ ഇരിക്കുക, ഏറ്റവും കുറവ്. 1 സ്പൂൺ ഫുള്ളായിട്ട് എടുത്തൊഴിച്ചിട്ടുണ്ട്. ഈ കുഴിയുടെ ഒരു അര അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം ഒഴിക്കാം. ആ കുഴിയുടെ ആ വക്ക് ഭാഗത്തൊന്നും പെടാതെ ഒഴിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, അതിലോട്ട് ഈ ബാറ്റർ നിറച്ചിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ ബാച്ച് കഴിഞ്ഞിട്ട് അടുത്തത് ലാവ കേക്ക് പോലെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നൂടെ കാണിക്കുന്നുണ്ട്, അതോടെ ഒന്ന് കണ്ടേക്കണേ. ഇനി ബാറ്റർ ലെവലൊന്നും ചെയ്യേണ്ട, അങ്ങനെ വിട്ടേക്ക്, അത് തന്നെ റൗണ്ട് ഷേപ്പിലായിക്കോളും. ഇനി ഫിറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10 അല്ലെ 12 മിനിറ്റ് നേരത്തിന് ഒന്നും ചെയ്യണ്ട, എന്തായാലും ഒരു 10 മിനിറ്റ് എടുക്കും. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരും, അതുവരെ മൂടി വയ്ക്കുക. 10 മിനിറ്റ് ആകുമ്പോൾ നല്ലൊരു മണവും വരും. അതായത് മുകൾ ഭാഗം ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വെന്തോന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഒട്ടും ഒട്ടലൊന്നുമില്ല, ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ വന്നതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിടുക. അത് ഈസി ആയിട്ട് ഇളകി വന്നോളൂ, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ അരഭാഗം മാത്രമല്ല ബാറ്റർ ഒഴിച്ചിട്ടുള്ളൂ, ഒരു 1/4 ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ബോള് പോലെ വരും. ഇതുപോലെ വെന്ത് ഡ്രൈ ആയിട്ട് മാത്രമേ തിരിച്ചിടാവൂ. അഥവാ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ കൊടുക്കുക. ഇങ്ങനെ ഇത് നല്ലവണ്ണം വെന്തിരിക്കുവാണെങ്കിൽ തിരിച്ചിടേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. എങ്കിലും ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയാണ് ഒന്ന് മറിച്ചിടുന്നത്. മറിച്ചിട്ടതിന് ശേഷം മൂടി വെക്കേണ്ട, ഒരു 2 മിനിറ്റ് മാത്രം മതിയാവും. ഇല്ല കൂടി വന്ന് 3 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും, കുറഞ്ഞ തീ തന്നെ. അപ്പോൾ ടോട്ടൽ ഇതിന് ഞാനൊരു 15 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ആകുന്നത്. പ്രത്യേകിച്ച് ചോക്ലേറ്റ് കേക്കുകൾ ഇത് തണുക്കാനൊന്നും നമ്മൾ വെച്ചേക്കൂല, നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. ഇനി ആ ഒരു ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ച് അതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒഴിക്കാം. മാവ് ഒഴിച്ച ഉടനെ ഇത് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്, അതൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നടുവിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഇതിപ്പോൾ ഒരു അല്പം വലുതായിട്ടുണ്ട് ചോക്ലേറ്റ് കോമ്പൗണ്ട്, ഇത്രയും വേണ്ടായിരുന്നു, ഇതിലും കുറച്ചുകൂടെ കുറവായാലും മതി. ഇതിന് മുകളിലോട്ട് വേണമെങ്കിൽ ഒരു അല്പം മാവ് ഒഴിക്കാം. ഞാൻ ഇങ്ങനെ അങ്ങ് വിടുകയാണ് ചെയ്തത്. ഇത് ടോട്ടൽ ഒരു 14 എണ്ണം ഉണ്ടാക്കാനുള്ള കറക്റ്റ് മാവുണ്ടായിരുന്നു. അല്പം കൂടെ ചെറിയ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് താന്നു പൊക്കോളും നല്ലോണം. എന്നിട്ട് കവർ ചെയ്ത് മാവിങ്ങനെ കേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കിട്ടും. മനസ്സിലായി കാണുമല്ലോ. അതേപോലെ തന്നെ ഒരു 10 അല്ലെങ്കിൽ 12 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ മെൽറ്റായിട്ട് അകത്ത് തന്നെ ഇരിപ്പുണ്ട് കോമ്പൗണ്ട്. ഇതിന് തിരിച്ചിട്ടില്ലേലും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേന്. ഇനി ഇതുപോലെ ചോക്ലേറ്റ് ഗനാശ വെച്ചോ ചോക്ലേറ്റ് സിറപ്പ് വെച്ചോ വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാശയിൽ ഇങ്ങനെ പാതി നമ്മൾ ഡോണറ്റ് മുക്കിയെടുക്കുന്ന പോലെ ഒന്ന് മുക്കിയെടുത്താലും ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് ലാവ കേക്കിൻ്റെ ആണ്, നല്ല സോഫ്റ്റാണ്. ഇത് ആദ്യമേ ഉണ്ടാക്കിയത്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കിത് സംബന്ധമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തും.
ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.